കോളിൻ ഹൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് നോവലായ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന പുസ്തകത്തെ ആധാരമാക്കി ജസ്റ്റിൻ ബാൾഡോണി സംവിധാനം ചെയ്ത സിനിമയാണ് അതേ പേരിലുള്ള ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. കഥ, അഭിനയം എല്ലാം വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ ഇതിവൃത്തത്തെക്കുറിച്ചാണ്. ബ്രേക്കിംഗ് ദ ജനറേഷണൽ ട്രോമ. ഒരു തലമുറയിൽ ഉണ്ടായ മാനസികമോ വികാരപരമോ ആയ ആഘാതങ്ങൾ അടുത്ത തലമുറകളിലേക്കും പകരുമ്പോൾ ഇതിനെയാണ് നമ്മൾ ജനറേഷണൽ ട്രോമ എന്ന് വിളിക്കുന്നത്. യുദ്ധം, പീഡനം, വംശീയ വിദ്വേഷം, കുടിയിറക്കങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എല്ലാം ജനറേഷണൽ ട്രോമയുടെ റീസൺസ് ആയേക്കാം. ഈ റീസൺ കാരണം പുതിയ തലമുറക്കാർക്കിടയിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഭയം, വിശ്വാസക്കുറവ്, ആശങ്ക തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രകടമായേക്കാം. ഇത് അധികം ശ്രദ്ധിക്കപ്പെടാതെ മുന്നോട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് പറയുന്നത് എങ്ങനെ നമുക്ക് സെൽഫ് അവയർനെസ്സിലൂടെ, കോൺഷ്യസ് ചോയ്സസിലൂടെ ജനറേഷണൽ ട്രോമയുടെ ലെഗസി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു ട്രോമ സൈക്കിളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്നാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. കാണുക, നിങ്ങളുടെ അഭിപ്രായം